പ്രിയ കൂട്ടുകാരെ, ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന വർക്കലയിലെ ശിവഗിരിയിലേക്കൊരു യാത്രയാണ് വെളുപ്പിനെ കോട്ടയം റെയിൽവേയിൽ നിന്ന്. വഞ്ചിനാട് എക്സ്പ്രസ് കോട്ടയത്ത് വന്നു, അതിനാണ് യാത്ര പോകുന്നത്. അധികം തിരക്കില്ലായിരുന്നു ട്രെയിനിൽ. നമ്മൾ എല്ലാ വർഷവും കാറിനാണ് പോകുന്നത്. കാറിന് പോണം വരെ ചെല്ലുമ്പോഴത്തേന് നമുക്ക് മടുത്തു പോകും, കാരണം അതുപോലെ ട്രാഫിക് തിരക്കാണ് പകൽ. അപ്പം അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ട്രെയിൻ യാത്ര ചെയ്തേക്കാമെന്ന് വെച്ചത്. അതുതന്നെയല്ല, നമുക്ക് എക്സ്പെൻസും കുറവാണ്. അങ്ങോട്ട് എല്ലാവർക്കും കൂടെ 5 പേർക്ക് ടിക്കറ്റ് എടുത്ത് വന്നപ്പോഴത്തേന് 260 രൂപ ഉണ്ടായിട്ടുള്ളൂ. അതുതന്നെയല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രെയിൻ യാത്ര തന്നെയാണ്. കാരണം നമുക്ക് സ്ഥലങ്ങളെല്ലാം കണ്ട് വലിയ ടെൻഷൻ ഇല്ലാതെ പോകാം. നല്ല ഫാസ്റ്റിൽ തന്നെയാണ് ട്രെയിൻ പോകുന്നത്. ചെങ്ങന്നൂർ, പെട്ടെന്ന് ചെങ്ങന്നൂരായി. അടുത്ത് മാവേലിക്കര. നമുക്ക് ട്രെയിൻ യാത്രയിൽ ശരിക്കും നമ്മുടെ നാട് ഒക്കെ കണ്ടുപോകുന്നത് വളരെ രസമായിട്ട് തോന്നുന്നത് ട്രെയിൻ യാത്രയിലാണ്. കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഈ ടൗണിൻ്റെ ആ ഒരു അന്തരീക്ഷമല്ലേ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയുമായിട്ട് നല്ല ഒരു യാത്രയാണ് ട്രെയിൻ യാത്ര. ഞാനും അമ്മയും ഭാര്യയും 2 കുട്ടികളും, ഞങ്ങൾ 5 പേരാണ് യാത്ര തിരിക്കുന്നത്. മൂത്ത മോള് ആന്ധ്രയിലാണ്, നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. ഇത് കൊല്ലം ജംഗ്ഷനാണ്. ഒരു വലിയ സ്റ്റേഷൻ തന്നെയാണ് കൊല്ലം. അഷ്ടമുടിക്കായലൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ കാണാം നമുക്ക്. അതിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അങ്ങനെ നമ്മൾ വർക്കലയിൽ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു സ്റ്റേഷനാണ് വർക്കല. ഇവിടെ അങ്ങനെ എല്ലാ ട്രെയിനൊന്നും നിർത്തത്തില്ല, കുറച്ച് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ളൂ വർക്കല. ട്രെയിനൊന്നും അധികം സമയമില്ല, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഇറങ്ങി. ആ ട്രെയിനിൽ വന്ന യാത്രക്കാരെല്ലാം ശിവഗിരി തീർത്ഥാടകരാണ്. അവിടുന്ന് ഞങ്ങൾ ഓട്ടോയിലാണ് ശിവഗിരിയിലേക്ക് പോയത്. അവിടെ തൊട്ടടുത്ത് തന്നെ ഓട്ടോ കിട്ടി. 70 രൂപയാണ് ഓട്ടോ ചാർജ് അവിടുന്ന് ശിവഗിരിയിലേക്ക്. ശിവഗിരി മഹാസമാധിയിൽ അന്ന് നല്ല തിരക്കാണ്, ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണ്. ധാരാളം തീർത്ഥാടകരൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് മഹാസമാധി മന്ദിരത്തിൻ്റെ മുൻവശം. അവിടെ നിന്ന് നമ്മൾ ആദ്യം തന്നെ വഴിപാട് കൗണ്ടറിലേക്കാണ് പോയത്. പിള്ളേർക്കെല്ലാം വഴിപാടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടുന്ന് രസീതെല്ലാം എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ കയറുന്നത് ശാരദാമഠത്തിലേക്കാണ്. ശിവഗിരി
പോയവർക്കറിയാം, നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമെന്ന് വേണേൽ പറയാം ശിവഗിരി കുന്നംപുറം. അവിടുത്തെ മണൽ കടൽത്തീരത്തെ മണൽ പോലെയാണ്. പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് വൈദിക മഠത്തിലേക്കാണ്. ഇവിടെ വെച്ചാണ് ഗുരുദേവൻ സമാധി അടഞ്ഞത്. ഗുരുദേവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസേരകളും കട്ടിലുകളും എല്ലാം ഇവിടെ അതുപോലെ അമൂല്യമായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ ഗുരുദേവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിക്ഷ, അതൊക്കെ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ടും ഇപ്പോഴും അതേപടി നിലകൊള്ളുന്നു. അതിനുശേഷം ബോധാനന്ദ സ്വാമിയുടെ സമാധി മന്ദിരം കണ്ടു. അവിടെ നിന്നും പിന്നെ നേരെ സമാധി മന്ദിരത്തിലേക്ക്. ഇതാണ് ശിവഗിരി മഹാസമാധി മന്ദിരം. അവിടെ അതിന് മുറ്റത്തൊരു പ്ലാവ് നിൽക്കുന്നുണ്ട്. ഗുരുദേവൻ ഏറ്റവും കൂടുതൽ പ്ലാവൊക്കെയാണ് അവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ആ പ്ലാവിനൊരു പ്രത്യേകതയുണ്ട്, അതിപ്പം പറയാവേ. സമാധി മന്ദിരത്തിൻ്റെ മുറ്റത്ത് 2 കുരുന്നുകൾ കളിക്കുകയാണ്, മണ്ണ് വാരി. ആ മണ്ണ് കടൽത്തീരത്തെ മണ്ണ് പോലെയുള്ള മണ്ണായതുകൊണ്ട് അവർക്ക് വളരെ രസമായിട്ട് തന്നെ അവർ ഉണ്ടോ. അപ്പം മഹാസമാധി മന്ദിരം നല്ല മനോഹാരിതയോടുകൂടി നിലകൊള്ളുന്നു. ഈ പ്ലാവിൻ്റെ കാര്യം പറഞ്ഞത്, ഈ പ്ലാവിൻ്റെ ചുവട്ടിലാണ് ഗുരുദേവനെ സമാധി ഇരുത്തിയിരിക്കുന്നത്. അപ്പം ആ പ്ലാവിനെ തൊടുക എന്ന് പറയുന്നത് തന്നെ ഒരു പുണ്യമായിട്ട് കരുതുന്നു ഞാൻ. കാരണം ആ മരത്തിൻ്റെ വേരുകൾ എല്ലാം താഴോട്ടിറങ്ങി ചെല്ലുന്നത് ആ ഗുരുദേവനെ അടക്കം ചെയ്ത ആ മണ്ണിലേക്കാണ്. ഇത് പർണശാല, ഇവിടെയാണ് ഹോമം എല്ലാം നടക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ശാരദാമഠത്തിലെത്തി. ശാരദാദേവിയെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെയാണ്. മഹാസമാധി മന്ദിരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അന്നദാനം എല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി താഴെ വന്നു വീണ്ടും. അപ്പോൾ അവിടെ പുസ്തക സ്റ്റാളുണ്ട്. അവിടെ എല്ലാ ഗുരുദേവൻ്റെ മുഴുവൻ ചരിത്രങ്ങളും പല പല ഗ്രന്ഥകാരന്മാരെഴുതിയ പുസ്തകങ്ങൾ, അതുപോലെ ഫോട്ടോകൾ, ഏതെല്ലാം രീതിയിലുള്ള ഫോട്ടോസ്, അതുപോലെ പ്രതിമകളെ, പുസ്തകങ്ങളെല്ലാം ധാരാളം പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങളെല്ലാം നോക്കണമെങ്കിൽ തന്നെ കുറേ സമയമെടുക്കും. അതുപോലെ നല്ല ഫോട്ടോകളൊക്കെയാണ് ഗുരുദേവൻ്റെ, നല്ല മനോഹരമായ നിരവധി ഫോട്ടോകൾ. അതിൻ്റെ മുറ്റത്ത് കണ്ട ഒരു ഒച്ചാണ്, ഒരു അപൂർവമായി കാണുന്നതാണ്. ഇത്രയും വലിപ്പമുള്ളതിനെ നമ്മളങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. കുട്ടികളാണ് എന്നെ കാണിച്ചത്. ഒരു വലിയ ഒച്ച് ഉണ്ട്, അത് ജീവനുള്ളതാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ആ സൈഡിലെല്ലാം ഇഷ്ടംപോലെ ഭിത്തിയിൽ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് വർക്കല ബീച്ച് കാണാൻ വേണ്ടി പിള്ളേർ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഓട്ടോയിൽ തന്നെ നേരെ വർക്കല ബീച്ചിലേക്ക് പോയി. 180 രൂപയാണ് അവിടുന്ന് വർക്കല ബീച്ചിലേക്ക്. വർക്കല ടൗണിൽ നിന്ന് പിന്നെ ഒരു 5 കിലോമീറ്ററും കൂടെ ഉണ്ട് ബീച്ച്. അങ്ങനെ വർക്കല ബീച്ചിന് അടുത്തെത്തി. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലാണ്, അന്തരീക്ഷം ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് കടൽത്തീരത്തോട്ട് ഇറങ്ങാൻ പോലും മടിയായിരുന്നു പിള്ളേർക്ക്, കാരണം അത്രയ്ക്കും വെയിലാണ്. അവിടെ നിന്നുകൊണ്ട് കടലൊക്കെ കണ്ടു.
ഐസ്ക്രീമെല്ലാം മേടിച്ച് കഴിച്ച് അവിടുന്ന് പതുക്കെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് 100 രൂപയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയിൽ തന്നെ സ്റ്റേഷനിലോട്ട് പോന്നു. അങ്ങനെ വർക്കല സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ ചെന്നപ്പം തന്നെ കോട്ടയത്തിന് ടിക്കറ്റ് എടുത്ത്. അപ്പം അന്നേരം തന്നെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അധിക സമയം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ട്രെയിൻ വന്നു. അത് ബാംഗ്ലൂർ എക്സ്പ്രസ്സാണ്. ബാംഗ്ലൂർ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കോട്ടയം എത്തി. അങ്ങനെ 5 മണിയൊക്കെ ആയപ്പോഴത്തേന് വീണ്ടും കോട്ടയത്ത് തന്നെ വന്നു. വളരെ നല്ലൊരു യാത്രയായിരുന്നു. യാതൊരു ക്ഷീണവും തോന്നിയില്ല. കാരണം കാറൊക്കെ ഓടിച്ച് നമ്മൾ പോകുമ്പോഴത്തേന് ഒരുപാട് ടെൻഷൻ അടിച്ചും ഒക്കെ അങ്ങനെ ഒരു യാത്രയല്ല. ഇത് വളരെ ഒരു റിലാക്സുള്ള യാത്ര തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ്.